അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലെ മൂന്നാം പത്തിലെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്. ഇനി ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ ചിലപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ചെറിയ ദിക്റാണ് ഇത്. നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് സെക്കൻഡുകൾ മാത്രം സമയം മതി. കൂടിപ്പോയാൽ ഒരു 20 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ സാധിക്കും. അതായത് വെറും 10 പ്രാവശ്യം ചൊല്ലിയാൽ മതി. എന്നാൽ തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുന്ന ഗുണങ്ങൾ, നേട്ടങ്ങൾ കയ്യും കണക്കുമില്ല. അത്രക്കുമധികം നേട്ടങ്ങളാണ് ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടം സാമ്പത്തിക ഐശ്വര്യം തന്നെ. എത്ര വലിയ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉള്ള ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടാൻ ഈ ദിക്ർ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഇന്നത്തെ ദിവസം ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. മാത്രമല്ല, നാം എല്ലാവരും ഇന്ന് നോമ്പുകാരാണ്. നോമ്പ് നോറ്റുകൊണ്ട് ഈ ദിക്ർ ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കലും നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല തള്ളിക്കളയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ, സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ, നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടാൻ, ദാരിദ്ര്യം മാറിക്കിട്ടാൻ ഇന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ർ നിങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ ശേഷം വെറും 10 വട്ടം ചൊല്ലിക്കൊണ്ട് നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടും, നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടും, സാമ്പത്തിക പ്രയാസം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മറക്കാതെ ഇന്നത്തെ ഈ ദിവസം സെക്കൻഡുകൾ സമയം ഈ ഒരു ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമൊക്കെ ഒരുപാട് മഹത്വമുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള, നമുക്ക് ദുആക്ക് ഇജാബത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം അസറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ ശേഷമോ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചൊല്ലിയാൽ മതി. 20 സെക്കൻഡ് ഒക്കെ സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ സമയമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. അത്രയ്ക്കും വലിയ തിരക്കൊന്നും ആർക്കും ഇന്നത്തെ ഈ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നത്തെ ഈ ദിവസം ഈ ദിക്ർ നമുക്ക് ചൊല്ലാനും അതുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകൾ നിറവേറിക്കിട്ടാനും അതുപോലെ സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകുവാനും കടങ്ങൾ വീടിക്കിട്ടുവാനും ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാനും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരുപാട് തവണയൊന്നും ചൊല്ലി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ ദിക്ർ ചൊല്ലാൻ നിങ്ങൾ ഇന്നത്തെ ദിവസം തയ്യാറാകുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് മഹത്വങ്ങളാണ്, ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം ഏതെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുടെ ഉഖ്റവിയായ ജീവിതം, അതായത് നാളത്തെ പരലോക ജീവിതത്തിൽ നല്ല വിജയം നമുക്ക് നൽകും. ഉഖ്റവിയായ ജീവിതത്തിലാണല്ലോ നമുക്ക് വിജയം വേണ്ടത്. ദുനിയാവിലെ ജീവിതവും വേണം, എന്നാൽ അതിനേക്കാൾ നമ്മൾ മുൻഗണന നൽകേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഉഖ്റവിയായ ആഖിറത്തിലെ ജീവിതത്തിനാണ്. കാരണം ദുനിയാവിലെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളിവിടെ ജീവിക്കുകയുള്ളൂ. മാത്രമല്ല, ഇപ്പോഴൊക്കെ സമയം എളുപ്പത്തിൽ കടന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ് ചുരുങ്ങിയതൊരു 70 വയസ്സാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യം, ഇപ്പോഴത്തെ ഈ വിഷമടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത്തുള്ള ആളുകൾ, ഇനിയുള്ള ആളുകൾക്കൊക്കെ ആയുസ് വളരെയധികം കുറവായിരിക്കും. 70 ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അതൊക്കെ മുമ്പുള്ള ആളുകൾ നല്ല ഭക്ഷണവും നല്ല കാലാവസ്ഥയും നല്ല ശുദ്ധമായ വായുമൊക്കെ ശ്വസിച്ചതുകൊണ്ട് അവർക്ക് 70-80 കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും 70 കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, നല്ല സുഖസൗകര്യത്തോടു കൂടിയുള്ള ജീവിതമാണ്.
എല്ലാ കാര്യങ്ങൾക്കും ആഡംബരമായിട്ടുള്ള സുഖ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ സമ്പത്ത് മാത്രം ഉണ്ടായാൽ മതി. നമ്മുടെ കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ നല്ല സുഖമാണ്. എല്ലാം നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. ഒരു മൊബൈൽ ഫോണും ഒരു 1.5 GB നെറ്റുമുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ വീട്ടിലെത്തും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടായാൽ മതി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത്രയ്ക്കും നമ്മൾ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ആഖിറത്ത് ജീവിതം, ഉഖ്റവിയായ ജീവിതം നമ്മൾ മറക്കരുത്. നമ്മുടെ കൂടെ ജീവിച്ച, കളിച്ചും രസിച്ചും സന്തോഷിച്ചും കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെയുള്ള എത്ര ആളുകൾ ഇന്ന് ഖബറിലാണ്. മാത്രമല്ല, ഒരുപാട് സ്വത്തുക്കളുള്ള, രാജ്യം തന്നെ ഭരിച്ച, എല്ലാ മേഖലകളിലും വലിയ ഉയർച്ചയും ഉന്നത സ്ഥാനവും നേടിയ എത്ര ആളുകളുണ്ടായിരുന്നു. അവരൊക്കെയും ഇപ്പോഴുണ്ടോ? ഇല്ല, അവരൊക്കെയും ഖബറിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ദുനിയാവിലെ ഈ ജീവിതം വളരെ ചുരുക്കം കാലം മാത്രമേ ഇവിടെ നമ്മൾ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഉഖ്റവിയായ ജീവിതമാണ്. ഈ ദിക്ർ നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഉഖ്റവിയായ ജീവിതം, ആഖിറത്തിലെ ജീവിതം നമുക്ക് വിജയം നൽകും. അവിടെയാണ് നമുക്ക് വിജയം വേണ്ടത്. കാരണം അവിടെ മരണമില്ല, അറ്റമില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഖിറവും വേണം, ദുനിയാവും വേണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വലിയ വിജയം നൽകും. എത്രയാണ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുന്നത്? 20 സെക്കൻഡ് മാത്രം. അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും, 20 സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ദിക്ർ ഏതാണ് എന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പ്രധാനപ്പെട്ട 99 നാമങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട മഹത്വമേറിയ ഇസ്മാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചൊല്ലാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ നമുക്ക് ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി. ഈ ദുനിയാവിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അത്യാവശ്യമാണ്. സാമ്പത്തിക ഐശ്വര്യമുണ്ടെങ്കിലേ ഈ ദുനിയാവിൽ നമുക്ക് സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട്, സമ്പത്തില്ലാത്തത് കൊണ്ടാണല്ലോ ഇന്ന് പലരും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കൊരിക്കലും കടങ്ങൾ നൽകി പരീക്ഷിക്കില്ല. മാത്രമല്ല, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അവരുടെ കടങ്ങൾ വീട്ടാൻ അല്ലാഹു സുബ്ഹാനഹു തആല സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകും. ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ സമ്പത്ത് നമ്മെ തേടി വരും. അതാണ് ഈ ദിക്റിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് ദുനിയാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച. മറ്റനേകം ഗുണങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ നല്ല ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനു വേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് ഒരു വിശ്വാസമാണ്. അതായത് ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് ഇരു വീട്ടിലും ഉന്നത വിജയം നൽകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം വേണം. അത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ദിക്ർ നമ്മൾ 10 പ്രാവശ്യം ചൊല്ലിയിട്ട് കാര്യമുള്ളൂ. ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷമുള്ള പ്രാർത്ഥന. ആത്മാർത്ഥമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം. എന്നാൽ ഉടനടി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ,
ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമുണ്ടാകാൻ. യാ ബാസിത്തു യാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമായ യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലിക്കോളൂ. എന്നിട്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തോളൂ എന്ന് മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തി വെച്ചതായി കാണാം. മാത്രമല്ല മഹാനവറുകൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ കാര്യം മാത്രം ചെയ്താൽ പോരാ, ഇത് ചെയ്യേണ്ടത് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം നിങ്ങൾ യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ വെറും 10 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റിത്തരും. അപ്പോൾ ഈ ഇസ്മ നിങ്ങൾ 10 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താലും നിങ്ങളുടെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. എന്നാൽ നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം നിങ്ങൾ ഈ ഇസ്മ 10 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് ഇരട്ടിയാണ്. മാത്രമല്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്, ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. ഇന്ന് അസറിൻ്റെ ശേഷമോ മഗ്രിബിൻ്റെ ശേഷമോ ഒക്കെ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം പതിവായി നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു. അത് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വലിയ വിജയമായിരിക്കും നൽകുക. മാത്രമല്ല ദുനിയാവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ദാരിദ്ര്യമുണ്ടാകില്ല. കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീടിക്കിട്ടും. ഈ ഇസ്മ നമുക്ക് ദിവസവും 100 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് 1.5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ വേണ്ടി വരുള്ളൂ. കൂടിപ്പോയാൽ ഒരു 2 മിനിറ്റ് നമ്മൾ ദിവസവും മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം മാറിമറിയും. അത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യമുണ്ടാകും, ജീവിതത്തിൽ സമാധാനമുണ്ടാകും, മറ്റൊട്ടനവധി ഗുണങ്ങൾ നമുക്ക് ദുനിയാവിൽ ലഭിക്കും. മാത്രമല്ല ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ വിജയമായിരിക്കും നൽകുക. എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം എന്നല്ല, എല്ലാ വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾ ഒരു 10 പ്രാവശ്യം യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങൾ ദുആ ചെയ്യുക. എന്നാൽ സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ യാ ബാസിത്തു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ എളുപ്പത്തിൽ സ്വീകരിക്കുന്നതാണ്. ഇനി വലിയ അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ, മെൻസസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാകും, എങ്ങനെയാണ് ഞങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അപ്പോൾ ഈ കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മെൻസസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്കൊരു ഓഫർ നൽകുന്നുണ്ട്. അതായത് ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൽകിയ ഒരു ഓഫറാണ്, നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു ഇസ്മ യാ ബാസിത്തു യാ അല്ലാഹ് എന്ന് നിങ്ങൾ വെറും 10 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ മതി. നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി. എന്നിട്ട് നിങ്ങളുടെ ആ 2 കൈകളും ഉണ്ടല്ലോ, മേൽപോട്ട് ഉയർത്തിയിട്ടാണല്ലോ നമ്മൾ ദുആ ചെയ്യുക. ആ കൈകൾ 2 കൊണ്ടും നമ്മുടെ മുഖം അങ്ങ് തടവുക. എന്നാൽ ഇൻഷാ അല്ലാഹ്
പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം നൽകുന്നതിനോടൊപ്പം ദുനിയാവിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നൽകും, സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും, കടങ്ങൾ വീടിക്കിട്ടും, ദാരിദ്ര്യം മാറിക്കിട്ടും, ജീവിതത്തിൽ സമാധാനമുണ്ടാകും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് ലഭിക്കുന്നുണ്ട്. കഴിയുന്നതും നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു ഇസ്മ 100 പ്രാവശ്യം ചൊല്ലുക. വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ഇസ്മിൻ്റെ ബറകത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ. കടങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം കൊണ്ട് നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ, ദാരിദ്ര്യം നൽകാതിരിക്കട്ടെ, നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകട്ടെ, ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, ജീവിതത്തിൽ അല്ലാഹു വിജയം നൽകട്ടെ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നത വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ, നമുക്കൊരു 10 സ്വലാത്ത് കൂടെ ചൊല്ലാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.